നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. നവീൻ ബാബുവിന്റെ മരണം പി ദിവ്യ മാത്രം പ്രതി. അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു. 3 ഭാഗങ്ങളിലായി 400-ലധികം പേജുകൾ. കുറ്റപത്രം ശാസ്ത്രീയ തെളിവുകൾ അടക്കം ശേഖരിച്ചതിന് ശേഷം. കണ്ണൂർ നഗരത്തിലെ ഓട്ടോ പാർക്കിംഗ് വിഷയം പ്രതികരണവുമായി RTO. പാർക്കിംഗ് സ്ഥലങ്ങൾ കണ്ടെത്തേണ്ടത് തദ്ദേശ സ്ഥാപനങ്ങൾ. പാർക്കിംഗ് പെർമിറ്റ് RTA ബോർഡ് തീരുമാനപ്രകാരം മാത്രമെന്നും RTO. നഗര സൗന്ദര്യവൽക്കരണം പ്രവൃത്തി ഉദ്ഘാടനം നടന്നു. സൗന്ദര്യവൽക്കരണം പ്രഭാതം മുതൽ പ്ലാസ ജംഗ്ഷൻ വരെ. ചുവരുകളിലും ചരിത്രം ആലേഖനം ചെയ്യും. വിശദമായ വാർത്തകളിലേക്ക്. കണ്ണൂർ മുൻ ADM കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു. കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. കേസിൽ പി ദിവ്യ മാത്രമാണ് പ്രതി. ശാസ്ത്രീയ തെളിവുകൾ അടക്കം ശേഖരിച്ചാണ് കുറ്റപത്രം തയ്യാറാക്കിയത്. 97 പേരുടെ മൊഴി രേഖപ്പെടുത്തിയാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ശാസ്ത്രീയ തെളിവുകളും ഉൾപ്പെടുത്തിയ കുറ്റപത്രം ആദ്യം കണ്ണൂർ റേഞ്ച് DIGക്ക് സമർപ്പിച്ചു. DIG പരിശോധിച്ച ശേഷം കുറ്റപത്രം കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ സമർപ്പിച്ചു. 2024 ഒക്ടോബർ 14-നാണ് ADM നവീൻ ബാബുവിന്റെ യാത്രയയപ്പ് ചടങ്ങിന് ക്ഷണിക്കാതെ എത്തിയ അന്നത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും CPM ജില്ലാ കമ്മിറ്റി അംഗവുമായ പി ദിവ്യ അധിക്ഷേപ പ്രസംഗം നടത്തിയത്. പിറ്റേ ദിവസം താമസ സ്ഥലത്ത് നവീൻ ബാബുവിനെ മരിച്ച നിലയിലും കണ്ടെത്തി. കേസുമായി ബന്ധപ്പെട്ട് നവീന്റെ കുടുംബാംഗങ്ങൾ അടക്കമുള്ളവരുടെ മൊഴിയാണ് അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത്. നവീൻ ബാബുവിന്റേത് ആത്മഹത്യ തന്നെയാണെന്നും കുറ്റപത്രം പറയുന്നു. കേസിൽ പി ദിവ്യയെ മാത്രമാണ് പ്രതി ചേർത്തിട്ടുള്ളത്. മറ്റു പ്രതികളില്ലെന്നും കുറ്റപത്രം വ്യക്തമാക്കുന്നു. കൊലപാതകത്തിലേക്ക് നയിക്കുന്ന ഒന്നും ശാസ്ത്രീയ പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. പ്രതി പി ദിവ്യ മാത്രമെന്നും മരണകാരണം യാത്രയയപ്പ് യോഗത്തിൽ പി ദിവ്യ നടത്തിയ അധിക്ഷേപം എന്നുമാണ് കുറ്റപത്രത്തിലുള്ളത്. പ്രാദേശിക ചാനലിനെ വിളിച്ചു വരുത്തി ദൃശ്യങ്ങൾ പകർത്തി പ്രചരിപ്പിച്ചതും പി ദിവ്യ തന്നെയെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. ശാസ്ത്രീയ തെളിവുകളായി CCTV ദൃശ്യങ്ങളും ഫോൺ രേഖകളും ഉൾപ്പെടെ ശേഖരിച്ചിരുന്നു. അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ വാട്ടർ ATM നാടിന് സമർപ്പിച്ചു. അഴീക്കോട് MLA KV സുമേഷ് ഉദ്ഘാടനം ചെയ്തു. അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സെക്രട്ടറി നിർവഹണം നടത്തുന്ന വാട്ടർ ATM ഉദ്ഘാടനമാണ് അഴീക്കൽ ഹാർബറിൽ നടന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജീഷ് K അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് റീന A സ്വാഗതം പറഞ്ഞു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് അഷ്റഫ് T, വാർഡ് മെമ്പർമാരായ മോഹിനി K, വിജയശ്രീ, ഗൗരി, ശിവദാസൻ, ഹാർബർ എഞ്ചിനീയർ സുനിൽ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു. ഷബീന നന്ദി പറഞ്ഞു. കോയിൻസ് QR കോഡ് ഉപയോഗിച്ച് നോർമൽ, കോൾഡ്, ഹോട്ട് വാട്ടർ ലഭ്യമാകും. 9ാമത് മുഴപ്പിലങ്ങാട് ബീച്ച് ഫെസ്റ്റ് മാർച്ച് 29 മുതൽ ഏപ്രിൽ 21 വരെ മുഴപ്പിലങ്ങാട് ബീച്ച് സെൻട്രൽ പാർക്കിൽ നടത്തുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 6-ന് സമാധാനത്തിന്റെ പ്രതീകമായ വെള്ളരിപ്രാവുകളെ പറത്തി ബീച്ച് ഫെസ്റ്റിലേക്ക് ആളുകളെ പ്രവേശിപ്പിക്കും. വിശാലമായ പുഷ്പോത്സവം, അമ്യൂസ്മെന്റ് പാർക്ക്, പൊതുജനങ്ങൾക്കും കുട്ടികൾക്കും വിവിധ മത്സര പരിപാടികൾ, എല്ലാ ദിവസവും പ്രശസ്തരായ കലാകാരന്മാർ അണിനിരക്കുന്ന കലാവിരുന്ന്, രുചികരമായ ഫുഡ് കോർട്ട്, സാംസ്കാരിക സായാഹ്നം എന്നിവ നടത്തും. മുതിർന്നവർക്ക് 50 രൂപയും കുട്ടികൾക്ക് 30 രൂപയുമായി പ്രവേശന നിരക്ക്. ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ കടലോര ശുചീകരണം, വിശാലമായ പാർക്കിംഗ് സംവിധാനം, ബീച്ച് ഹോം ഗാർഡുകളുടെ നേതൃത്വത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ എന്നിവ ഏർപ്പെടുത്തിയതായി സംഘാടകർ അറിയിച്ചു. മുഴപ്പിലങ്ങാട് ബീച്ചിൽ 9ാമത് ബീച്ച് ഫെസ്റ്റിവലാണ്. ഇതിൻ്റെ ജനകീയ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. മാർച്ച് 19 മുതൽ 21 വരെയുള്ള തീയതികളിലാണ് ഡ്രൈവിംഗ് ബീച്ചിൽ സെൻട്രൽ പാർക്കിൽ വെച്ചാണ് ഇത് നടത്തുന്നത്. വിശാലമായിട്ടുള്ള ഒരു പുഷ്പോത്സവം തന്നെ ഇത്തവണത്തെ ഈ ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ടിട്ട് മനോഹരമാക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള സ്ഥലങ്ങളിലായിട്ട് നിറഞ്ഞു നിൽക്കുന്ന പുഷ്പാലങ്കൃതമായിട്ടായിരിക്കും ഇത്തവണത്തെ ഫെസ്റ്റിവലിൻ്റെ പ്രാധാന്യം. അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കും കുട്ടികൾക്കും വിവിധ തരത്തിലുള്ള കലാമത്സര പരിപാടികൾ നടത്തുകയും എല്ലാ ദിവസവും പ്രശസ്തരായിട്ടുള്ള കലാകാരന്മാരെ അണിനിരത്തിക്കൊണ്ടുള്ള പരിപാടികളും സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിപുലമായിട്ടുള്ള ഫുഡ് കോർട്ട്, ഈ ഫെസ്റ്റിവലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നും കൂടിയാണ് ഫുഡ് കോർട്ട്. ആ ഫുഡ് കോർട്ട് അതും ഇതിൻ്റെ ഭാഗമായി. പിന്നെ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ സായാഹ്ന സമ്മേളനങ്ങൾ, വിവിധ തരത്തിലുള്ള
രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് ഉള്ള വ്യക്തിത്വങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സാംസ്കാരിക സദസ്സുകൂടി ഇത്തവണ നമ്മൾ ആലോചിക്കപ്പെട്ടിട്ടുള്ളത്. വാർത്താ സമ്മേളനത്തിൽ കെ ശോഭ, MV ഹാഫിസ്, കെ രത്നബാബു, കുന്നോത്ത് ബാബു എന്നിവരും പങ്കെടുത്തു. സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം ചെയ്യുന്ന ആശാ വർക്കർമാരുടെ സംഘടനയായ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശാ വർക്കർമാർ കലക്ടറേറ്റ് മാർച്ച് നടത്തി. അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി KJ ഷീല സമരം ഉദ്ഘാടനം ചെയ്തു. ഈ സർക്കാർ തരുന്ന 232 രൂപയ്ക്ക് ഞങ്ങൾക്ക് ജീവിക്കുവാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ പ്രകടന പത്രികയിൽ വച്ചിരിക്കുന്ന മിനിമം വേതനമെന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചിരിക്കുന്ന ആശമാർക്ക് നൽകാമെന്ന് പറഞ്ഞ 700 രൂപ നൽകണം. ദിനം പ്രതി 700 രൂപ ഇത് ഞങ്ങൾക്ക് നൽകണം. അതോടൊപ്പം 10-18 വർഷമായി പണിയെടുക്കുന്ന ആശമാർ പെൻഷനാകുമ്പോൾ ഇറങ്ങിപ്പോകുമ്പോൾ 5 ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യം നൽകണം, പെൻഷൻ അനുവദിക്കണം. മുടങ്ങിക്കിടന്ന ഞങ്ങളുടെ ഓണറേറിയം മുടക്കം തീർത്ത് നൽകണം, ഇൻസെന്റീവ് നൽകണം തുടങ്ങി 10 മാനദണ്ഡങ്ങൾ ഗവൺമെന്റ് വെച്ചിട്ടുണ്ട് ഈ വേതനത്തിന്റെ മേൽ. അത് പിൻവലിക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ സമരം തുടങ്ങിയത്. ജില്ലാ പ്രസിഡന്റ് റോസ്ലി ജോൺ അധ്യക്ഷയായി. ജില്ലാ സെക്രട്ടറി രശ്മി രവി സ്വാഗതം പറഞ്ഞു. സമരത്തെ അഭിവാദം ചെയ്ത് ഡോക്ടർ D സുരേന്ദ്രനാഥ്, N സുബ്രഹ്മണ്യൻ, NK ജയരാജൻ, ഗീതാ രാജു, മേരി തോമസ് എന്നിവർ സംസാരിച്ചു. ഇനിയൊരു ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. നവീൻ ബാബുവിന്റെ മരണം PP ദിവ്യ മാത്രം പ്രതി. അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു. 3 ഭാഗങ്ങളിലായി 400-ലധികം പേജുകൾ. കുറ്റപത്രം ശാസ്ത്രീയ തെളിവുകൾ അടക്കം ശേഖരിച്ചതിന് ശേഷം. കണ്ണൂർ നഗരത്തിലെ ഓട്ടോ പാർക്കിംഗ് വിഷയം പ്രതികരണവുമായി RTO. പാർക്കിംഗ് സ്ഥലങ്ങൾ കണ്ടെത്തേണ്ടത് തദ്ദേശ സ്ഥാപനങ്ങൾ. പാർക്കിംഗ് പെർമിറ്റ് RTA ബോർഡ് തീരുമാനപ്രകാരം മാത്രമെന്നും RTO. നഗര സൗന്ദര്യവൽക്കരണം പ്രവൃത്തി ഉദ്ഘാടനം നടന്നു. സൗന്ദര്യവൽക്കരണം പ്രഭാതം മുതൽ പ്ലാസ ജംഗ്ഷൻ വരെ. ചുവരുകളിലും ചരിത്രം ആലേഖനം ചെയ്യും. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തയിലേക്ക്. ഓട്ടോ ടൗൺ പാർക്കിംഗ് പെർമിറ്റുമായി ബന്ധപ്പെട്ട വിഷയം. പെർമിറ്റ് ഇപ്പോൾ അനുവദിക്കുന്നത് RTA ബോർഡിന്റെ തീരുമാനപ്രകാരമാണ്. പാർക്കിംഗ് സൗകര്യം ഒരുക്കേണ്ടത് തദ്ദേശ സ്ഥാപനങ്ങളാണെന്നും RTO ES ഉണ്ണികൃഷ്ണൻ. തളാപ്പിലെ സുധീന്ദ്രന്റെ ഓട്ടോ വിഷയവുമായി ബന്ധപ്പെട്ട വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. നിലവിൽ ആവശ്യത്തിന് പാർക്കിംഗ് പ്ലേസ് ഇല്ലാത്തതിനാൽ RTA ബോർഡിൽ വെച്ച് ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ട്. അതായത് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് അതായത് തദ്ദേശ സ്ഥാപനങ്ങൾ പാർക്കിംഗ് പ്ലേസ് ഒരുക്കിയാൽ മാത്രമേ പെർമിറ്റ് കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ളത്. അപ്പം ഇത് പ്രകാരം RTA ബോർഡിൻ്റെ ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ട്. അതായത് അതാത് തദ്ദേശ സ്ഥാപനം ബോണറ്റ് നമ്പർ, പാർക്കിംഗ് പ്ലേസ് മുതലായവ RTOക്ക് നൽകിയാൽ മാത്രമേ അത് പെർമിറ്റിൽ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് പ്രകാരം തദ്ദേശ സ്ഥാപനങ്ങൾ കത്ത് തരുന്ന മുറയ്ക്ക് മാത്രമേ പുതിയ വണ്ടികൾക്ക്, പെർമിറ്റുള്ള വണ്ടികൾക്ക് നമ്മൾ പാർക്കിംഗ് പ്ലേസ് അനുവദിക്കാറുള്ളൂ. കൂടാതെ
അല്ലാത്ത വണ്ടികൾ ഈ പാർക്കിംഗ് പ്ലേസ് ഇല്ലാത്ത വണ്ടികൾക്ക് ഇവർ ഓണർമാർ തന്നെ ഓപ്റ്റ് ആണ്. അതായത് വീട്ടു പരിസരത്ത് വെച്ചിട്ട് നിലവിലുള്ള ലേറ്റസ്റ്റ് മീഡിയകളൊക്കെ ഉപയോഗിച്ച് നമ്മൾ ട്രിപ്പ് കണ്ടക്ട് ചെയ്തോളാം എന്ന് പറഞ്ഞ ഒരു സത്യവാങ്മൂലം തന്നു കഴിഞ്ഞാൽ അത് വെച്ചിട്ടാണ് നമ്മളിപ്പം ഹൗസ് കോമ്പൗണ്ട് പ്രീമിസൈസ് ആയി കണക്കാക്കിയിട്ട് പാർക്കിംഗ് പ്ലേസ് ആക്കി കണക്കാക്കിക്കൊണ്ട് ഇപ്പം നിലവിൽ കൊടുക്കുന്നത്. ഇത് എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ അങ്ങനെ ഇപ്പം എല്ലാ യൂണിയൻകാരും ഇവിടെ വരാറുണ്ട്. അതുകൂടാണ്ട് പേഴ്സണൽ യൂണിയൻ ഇല്ലാത്ത ആളുകളും ഒക്കെ വരാറുണ്ട്. പക്ഷേ നിലവിലുള്ള നിയമങ്ങളൊക്കെ വെച്ചുകൊണ്ടേ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അത് പ്രകാരമാണ് ഈ പറയുന്ന ഹൗസ് പ്രിമിസസും പിന്നെ ചില കമ്പനികളെ പ്രിമിസസ് കൊടുക്കുന്നുണ്ട്. അത് ആ കമ്പനികൾ സമ്മതിച്ചു കഴിഞ്ഞാൽ, അതായത് ഇപ്പം ഒരു ഹോസ്പിറ്റലിൽ സമ്മതിക്കുകയാണ് നമ്മൾ ഈ പ്രിമിസസിൽ ഇത്ര വണ്ടി വെക്കാം എന്ന്, ഇന്ന വണ്ടിയൊക്കെ അത് കൊടുക്കണം എന്ന് പറഞ്ഞ് നമുക്കൊരു റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് വെച്ചിട്ട് അവർ സമ്മതിക്കുന്നവരെ അവിടെ പാർക്കിംഗ് പ്ലേസ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതൊക്കെ ഞാൻ RTO എന്നതിൽ വെറും സെക്രട്ടറിയാണ്, RTOൻ്റെ സെക്രട്ടറിയാണ്. RTO ബോർഡിൻ്റെ തീരുമാനമാണ്. പല തദ്ദേശ സ്ഥാപനങ്ങളിൽ തരുന്ന റിക്വസ്റ്റ് RTO ബോർഡിൽ വെച്ച് പാസ്സാക്കിയതിന് ശേഷം നടക്കുന്ന തീരുമാനങ്ങളാണ് ഇതൊക്കെ. അല്ലാണ്ട് സ്വന്തമായിട്ട് RTOന് ഒരു പ്രത്യേക തീരുമാനം എടുക്കാൻ സാധിക്കില്ല. തലശ്ശേരിയിൽ പോലീസ് ഉദ്യോഗസ്ഥനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. പാനൂർ പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ മുഹമ്മദാണ് മരിച്ചത്. കണ്ണവം സ്വദേശിയാണ് മരിച്ച മുഹമ്മദ്. തലശ്ശേരി റെയിൽവേ സ്റ്റേഷന് സമീപം വന്ദേ ഭാരത് തട്ടിയാണ് മരണം സംഭവിച്ചത്. ശനിയാഴ്ച രാവിലെയായിരുന്നു സംഭവം. വിവരം അറിഞ്ഞ് തലശ്ശേരി പോലീസും റെയിൽവേ പോലീസും സ്ഥലത്തെത്തി. മൃതദേഹം തലശ്ശേരി ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം കുടുംബത്തിന് വിട്ടു നൽകും. അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബൊക്കാഷെ ബക്കറ്റ് വിതരണം ചെയ്തു. പ്രസിഡന്റ് അജീഷ് കെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി VEO നിർവഹണം നടത്തുന്ന ബൊക്കഷെ ബക്കറ്റ് വിതരണം ഗ്രാമപഞ്ചായത്ത് അങ്കണത്തിൽ വെച്ച് നടന്നത്. ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് അഷ്റഫ് ടി അധ്യക്ഷത വഹിച്ചു. VEO ആതിര ടി സ്വാഗതം പറഞ്ഞു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി KK ആശംസകൾ അറിയിച്ചു സംസാരിച്ചു. അഞ്ചരക്കണ്ടി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പുതുതായി ആരംഭിക്കുന്ന ഫിസിയോതെറാപ്പി യൂണിറ്റിന്റെയും വാട്ടർ ടാങ്കിന്റെയും ഉദ്ഘാടനം നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. അഥവാ നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങൾക്ക് നമുക്ക് നമ്മുടെ സർക്കാരിന്റെ തന്നെ നേതൃത്വത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെയൊക്കെ വലിയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് എല്ലാ സൗകര്യങ്ങളും നമ്മുടെ ഇത്തരം ആശുപത്രികളിലൂടെ നമുക്ക് ലഭ്യമാകുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ആരംഭിച്ച ഇത്തരത്തിലുള്ള പരിപാടി നമ്മുടെ സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പ്രതീക്ഷയും സഹായവുമാണ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിലൂടെ ലഭ്യമാകുന്നത്. വൈകുന്നേരം 6 മണി വരെ പ്രവർത്തിക്കുന്ന ആശുപത്രിയായി നമ്മുടെ PHCയെ മാറ്റി കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തിയതിന്റെ ഭാഗമായിട്ട് സാധാരണക്കാരായ ആളുകൾക്ക് ജോലി ചെയ്ത് വന്ന് വീടിനകത്തുള്ള മക്കളെയും മറ്റും ആശുപത്രിയിൽ കൊണ്ട് കാണിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം നമ്മുടെ കേരളത്തിനകത്ത്, നമ്മുടെ തദ്ദേശ സ്ഥാപനത്തിനകത്ത് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ലോഹിതാക്ഷൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KM മാത്യു സ്വാഗതം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് AE V പ്രിയ റിപ്പോർട്ട് അവതരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ചന്ദ്രൻ കല്ലാട്ട്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CK അനിൽകുമാർ, K രജിൻ, KK ജയരാജൻ, MK അബ്ദുൽ ഖാദർ മാസ്റ്റർ, PP രാജൻ, K ജിബിന തുടങ്ങിയവർ സംസാരിച്ചു. സ്നേഹവും സൗഹാർദ്ദവും ഇഴപാകിയ നിമിഷങ്ങളുടെ ധന്യതയിൽ KP ശ്രീശന്റെ ജീവിതാനുഭവ കുറിപ്പായ സൗഹൃദശ്രീ പ്രകാശനം ചെയ്തു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി മേയർ മുസ്ലിഹ് മഠത്തിന് ആദ്യ കോപ്പി നൽകി പ്രകാശന കർമ്മം നിർവഹിച്ചു. ഒരു വ്യാപാരിയുടെ കന്നിപ്പുസ്തകം എന്ന പ്രത്യേകതയും ഈ ബുക്കിനുണ്ട്. സൗഹൃദശ്രീ എന്ന ഈ ചടങ്ങിന് മുഖക്കുറി കുറിക്കാൻ സന്നദ്ധമായതും സൗഹൃദത്തിൻ്റെ ഈ വർത്തമാനകാലത്തെ ഒരു അനുഭവ സാക്ഷ്യം ആണ് എന്നതുകൊണ്ടാണ്. മറ്റേതെങ്കിലും വാക്കുകൾ കൊണ്ട് അത് രേഖപ്പെടുത്താനേ കഴിയില്ല. അത്രയേറെ സൗഹൃദമായ ഒരു ആത്മബന്ധത്തിന് തൻ്റെ ജീവിതം കൊണ്ട് തന്നെ ആമുഖമെഴുതിയ ഒരു വ്യക്തിയാണ് ശ്രീശൻ. ആ ശ്രീശന്റെ ജീവിതത്തിലെ ഓരോ പദവിന്യാസങ്ങളും ഇവിടെ ഇരിക്കുന്ന പല വ്യക്തികളുമായും കുടുംബങ്ങളുമായി ബന്ധമുണ്ട്. കണ്ണൂരിൻ്റെ സാമൂഹ്യ സാംസ്കാരിക വൈജ്ഞാനിക രാഷ്ട്രീയ പൂർത്തിയുമായി ബന്ധമുണ്ട്. നിരവധി വിഷയങ്ങളുമായി ബന്ധമുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഈ സൗഹൃദ ബന്ധത്തിൻ്റെ പശ്ചാത്തലം എന്ന് ഞാനിവിടെ ഒറ്റവാക്കി പറയും.
കണ്ണൂർ ചൊവ്വ സ്വദേശിയായ ഗ്രന്ഥകർത്താവ് കുന്താപുരത്ത് വസന്ത ബേക്കറി എന്ന വ്യാപാര സ്ഥാപനം നടത്തുകയാണ്. 40 വർഷമായി അവിടെ കഴിയുന്ന ശ്രീശൻ ഈ കാലയളവിനുള്ളിൽ ബന്ധമുണ്ടാക്കിയത് സംസ്ഥാനത്തിനകത്തും പുറത്തും തലപൊക്കമുള്ള എഴുത്തുകാരും കലാസാഹിത്യ സാംസ്കാരിക പ്രവർത്തകരുമായാണ്. KJ യേശുദാസ്, P ജയചന്ദ്രൻ, ശ്രീകുമാരൻ തമ്പി, പുനത്തിൽ കുഞ്ഞബ്ദുള്ള, മമ്മൂട്ടി, മധു, C രാധാകൃഷ്ണൻ, സുകുമാർ അഴീക്കോട്, ഗോപിനാഥ് മുതുകാട് തുടങ്ങി തികച്ചും സാധാരണക്കാരായവർ വരെ KP ശ്രീശന്റെ സൗഹൃദ പട്ടികയിലുണ്ട്. പുസ്തക പ്രകാശന ചടങ്ങിൽ EM അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. OC മോഹൻരാജ്, അരയാക്കണ്ടി സന്തോഷ്, PP ശശീന്ദ്രൻ, TK രാജേന്ദ്രൻ, ഡോക്ടർ മുരളി മോഹനൻ, U ബാബു ഗോപിനാഥ്, K ബാലകൃഷ്ണൻ, TK രമേഷ് കുമാർ, മഹേഷ് ചന്ദ്രബാലിക, ON രമേശൻ, C സുനിൽകുമാർ, MT മനോജ്, ദിനകരൻ കൊമ്പിലാത്ത്, പ്രകാശൻ പയ്യനാടൻ, KT രാജു, O അബൂട്ടി, കണ്ണൂർ ശ്രീലത തുടങ്ങിയവർ പങ്കെടുത്തു. ഏത് ആപൽഘട്ടങ്ങളിലും നമുക്ക് ധൈര്യവും നമുക്ക് വേണ്ടുന്ന ഒരു സുരക്ഷയും ഒരു പൊരുതാനുള്ള ആർജവും ഒക്കെ തന്നത് അഷ്റഫാണ്. അതിൽ പ്രധാനി മറ്റൊരാൾ ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. ദിവംഗതനായ ഡോക്ടർ പുനത്തിൽ കുഞ്ഞബ്ദുള്ള. ഞാൻ പരിചയപ്പെട്ടിടത്തോളം ഒരുവിധം കേരളത്തിലെ എല്ലാ സാഹിത്യകാരന്മാരുമായി എനിക്ക് നല്ല ബന്ധമാണ്. ഇന്നും അങ്ങനെ തന്നെ. പക്ഷേ പുനത്തിൽ കുഞ്ഞബ്ദുള്ളയെ പോലുള്ളൊരു വ്യക്തിയെ ഞാൻ ഇന്നവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഒരിക്കൽ എന്നോട് പറഞ്ഞു, അഷ്റഫാണ് പുനത്തിലിനെ ആദ്യമായിട്ട് എനിക്ക് പരിചയപ്പെടുത്തിയിരുന്നു. തലശ്ശേരിയിൽ അഷ്റഫിൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് അദ്ദേഹത്തിന് പുനത്തിൽ കുഞ്ഞബ്ദുള്ള ഗസ്റ്റായിട്ട് വരണമെന്ന് വളരെ നിർബന്ധം. അങ്ങനെ അഷ്റഫിനെ കൊണ്ട് പുനത്തിലിനെ ആ വീട്ടിൽ ഗസ്റ്റായി വന്നു. അന്ന് നമ്മൾ പരിചയപ്പെട്ടു. ഞാൻ കുന്താപുരത്താണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് ചോദിക്കുന്നു, ശ്രീച, എനിക്ക് മൂകാംബികയിൽ വരണമെന്ന് വലിയ ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എന്നാണ്. ഞാൻ വിചാരിച്ചു ഈ ഒരു മുസ്ലിമായ ഇയാൾ എന്താണ് എന്നോടിങ്ങനെ ആവശ്യപ്പെടുന്നത്, വെറുതെ ആയിരിക്കും എന്ന് കരുതി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും ഒരു ഫോണ് നോക്കുമ്പോൾ പുനത്തിൽ കുഞ്ഞബ്ദുള്ള. നമ്മളൊക്കെ സ്നേഹത്താൽ കുഞ്ഞിക്കാന്ന് വിളിക്കുക. കുഞ്ഞിക്ക എന്താ ശ്രീച്ച, ഞാനെന്ന് പറഞ്ഞില്ലേ ഞാൻ മൂകാംബികയിൽ വരുന്നുണ്ടെന്ന്, നമുക്കൊന്ന് പോയിക്കൂടെന്ന്. അപ്പോൾ എനിക്ക് ആകെ ഭയം തോന്നി. കാരണം ഇയാളോടിപ്പോൾ എന്താണ് സമാധാനം പറയുക. അവിടെ കുഞ്ഞിക്ക എന്നോട് പറയുകയാണ്, ശ്രീച്ച പറ്റുമെങ്കിൽ പറ്റുമെന്ന് പറയും, ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയണം. ഞാൻ പറ്റുമെന്ന് പറഞ്ഞു. കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നുള്ള ആനുകൂല്യത്തിന്റെ 2ാം ഗഡു വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഏപ്രിൽ 9 ആലുവയിൽ നടക്കുമെന്ന് ചെയർമാൻ N ചന്ദ്രൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. UDF കുടിശ്ശികയാക്കിയ പണം പിണറായി സർക്കാരാണ് ബോർഡിന് നൽകിയതെന്നും ഈ കാര്യത്തിൽ സർക്കാരിനെ അഭിനന്ദിക്കുന്നതായും N ചന്ദ്രൻ പറഞ്ഞു. 2025-26 സാമ്പത്തിക വർഷത്തെ സർക്കാർ ബഡ്ജറ്റിൽ ബോർഡിനായി 100 കോടി രൂപ വകയിരുത്തുകയും ബഡ്ജറ്റിൽ വകയിരുത്തിയ തുകയ്ക്ക് പുറമെ 20 കോടി രൂപ അധികമായി ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ തുക ലഭ്യമാകുമ്പോൾ 2018 മാർച്ച് മുതലുള്ള അതിവർഷാനുകൂല്യ അപേക്ഷകളിലും ബോർഡ് ഫണ്ട് വിതരണം ചെയ്യുമെന്ന് N ചന്ദ്രൻ പറഞ്ഞു. നാളിതുവരെയായി 241.70 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇപ്പം തന്ന 50 കോടി അടക്കം. ഈ സംഖ്യ ഉപയോഗിച്ചാണ് 2010 ശേഷം 2018 മാർച്ച് വരെയുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കാൻ കഴിയുന്നത്. ഇടയിൽ UDFൻ്റെ ഗവൺമെൻറ് വന്നപ്പോഴാണ് ഒരു സഹായവും ചെയ്യാതിരുന്നത്. അതിനെ തുടർന്നാണ് കുടിശ്ശിക ഇത്രമേൽ വർദ്ധിച്ചിട്ടുള്ളത്. അതും കൃത്യമായി ആ കാലഘട്ടത്തിലും സഹായം ലഭ്യമായിരുന്നെങ്കിൽ അതിവർഷാനുകൂല്യത്തിൻ്റെ കുടിശ്ശിക ഇത്രമേൽ ഉണ്ടാകുമായിരുന്നില്ല എന്നതാണ് പറയാനുള്ളത്. കർഷക തൊഴിലാളി ഈ അതിവർഷാനുകൂല്യത്തിൻ്റെ 2ാം ഗഡു നൽകുന്നത് ഈ ഏപ്രിൽ മാസമാണ്. 1ാം ഗഡു നൽകിയവർക്കെല്ലാം അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അതായത് ജില്ലാ ഓഫീസുകളിൽ നിന്ന് ബാക്കി തുകയും ഏപ്രിൽ മാസം അയച്ചു കൊടുക്കും. ഇതിനിടയിൽ ചിലരും മരിച്ചു പോയിട്ടുണ്ടാവും. 1ാം ഗഡു വാങ്ങിച്ച ചിലരും മരിച്ചു പോയിട്ടുണ്ടാവും. അവരുടെ നോമിനിമാർ മരണ സർട്ടിഫിക്കറ്റും ആധാർ രേഖ, ഇവരുടെ നോമിനിയുടെ ആധാർ കാർഡിൻ്റെ കോപ്പിയും ബാങ്ക് പാസ്ബുക്കും ഒക്കെ എത്തിച്ചാൽ ബാക്കി തുക ആ നോമിനിക്ക് നൽകുകയും ചെയ്യും. ആ നിലയിൽ ഏപ്രിൽ മാസം അവസാനത്തോടു കൂടി തുക പൂർണ്ണമായി 2018 മാർച്ച് വരെയുള്ള അതിവർഷാനുകൂല്യങ്ങൾ കൊടുത്തു തീർക്കണമെന്നാണ് ബോർഡ് ആഗ്രഹിക്കുന്നത്.
കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ പ്രവർത്തനത്തിനായി കഴിഞ്ഞ UDF ഭരണകാലത്ത് ഫണ്ട് അനുവദിക്കാതെ കുടിശ്ശികയാക്കുകയായിരുന്നു. പിണറായി സർക്കാരിന്റെ കാലത്താണ് ബോർഡിന് അനുകൂലമായ തീരുമാനമെടുത്തതെന്നും ഇതിൽ സർക്കാരിനെ അഭിനന്ദിക്കുന്നതായും N. ചന്ദ്രൻ പറഞ്ഞു. ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ KR വിപിനും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വീണ്ടും ഒരു ഇടവേള കൂടി. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. നവീൻ ബാബുവിന്റെ മരണം PP ദിവ്യ മാത്രം പ്രതി. അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു. 3 ഭാഗങ്ങളിലായി 400-ലധികം പേജുകൾ. കുറ്റപത്രം ശാസ്ത്രീയ തെളിവുകൾ അടക്കം ശേഖരിച്ചതിന് ശേഷം. കണ്ണൂർ നഗരത്തിലെ ഓട്ടോ പാർക്കിംഗ് വിഷയം പ്രതികരണവുമായി RTO. പാർക്കിംഗ് സ്ഥലങ്ങൾ കണ്ടെത്തേണ്ടത് തദ്ദേശ സ്ഥാപനങ്ങൾ. പാർക്കിംഗ് പെർമിറ്റ് RTA ബോർഡ് തീരുമാനപ്രകാരം മാത്രമെന്നും RTO. നഗര സൗന്ദര്യവൽക്കരണം പ്രവൃത്തി ഉദ്ഘാടനം നടന്നു. സൗന്ദര്യവൽക്കരണം പ്രഭാതം മുതൽ പ്ലാസ ജംഗ്ഷൻ വരെ. ചുവരുകളിലും ചരിത്രം ആലേഖനം ചെയ്യും. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തയിലേക്ക്. കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ നഗര സൗന്ദര്യവൽക്കരണ പ്രവൃത്തി ഉദ്ഘാടനം K. സുധാകരൻ MP നിർവഹിച്ചു. പ്രഭാത ജംഗ്ഷൻ മുതൽ പ്ലാസ ജംഗ്ഷൻ വരെയും നെഹ്റു സർക്കിൾ മുതൽ ഗാന്ധി സർക്കിൾ വരെയുമാണ് സൗന്ദര്യവൽക്കരിക്കുന്നത്. ചർച്ച നടത്തി കണ്ണൂരിന്റെ മുഖം മാറ്റാൻ സാധിക്കുന്ന ഒരു ബൃഹത്തായ പദ്ധതി, കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള പദ്ധതി ഞാൻ കണ്ണൂരിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചത് എനിക്ക് പൂർത്തിയാക്കാൻ സാധിക്കാത്ത നിരാശ, അതിൽ നിന്ന് ഉയർന്നു വന്ന പ്രതികാരവും എന്റെ മനസ്സിനകത്തുണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കും. ഞാനൊരു മനുഷ്യരല്ലേ, എനിക്ക് എന്റെ ഒരു ആഗ്രഹം, എന്റെ ഒരു പ്രതീക്ഷ, എന്റെ ഈ നാടിനോടുള്ള ഒരു കടപ്പാട് പൂർത്തിയാക്കാൻ എന്നെ സഹായിച്ചില്ല കോർപ്പറേഷന്റെ ഉത്തരവാദപ്പെട്ട ഭാരവാഹികൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ആർക്കും ഒരു മനസ്സിനകത്ത് വേദന ഉണ്ടാവില്ലേ, നോവുണ്ടാവില്ലേ? ആ നോവരിക്കൊണ്ട് അത് ഇപ്പോഴും ഇതിനകത്ത് കത്തിക്കാണുന്നു എന്നൊരു യാഥാർത്ഥ്യമാണ്. ഈ നഗരത്തിന്റെ മുഖം മാറുമായിരുന്നു ആ പ്രോഗ്രാം കൊണ്ടാതിരുന്നു എങ്കിൽ. കണ്ണൂർ താലൂക്ക് ഓഫീസ് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ മേയർ മുസ്ലിഫ് മഠത്തിൽ അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് P. ഇന്ദിര, DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ VK ശ്രീലത, ഷാഹിന മൊയ്തീൻ, MP രാജേഷ്, PK രാഗേഷ്, സുരേഷ് ബാബു എളയാവൂർ, കോർപ്പറേഷൻ സെക്രട്ടറി വിനു, C. കുഞ്ഞപ്പൻ, തഹസിൽദാർ സുരേഷ് ചന്ദ്രബോസ് തുടങ്ങിയവർ സംബന്ധിച്ചു. വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ പ്രക്ഷോഭം ആരംഭിക്കുന്നു. ഇതിനു മുന്നോടിയായി നടക്കുന്ന സ്വകാര്യ ബസ് സംരക്ഷണ യാത്രയ്ക്ക് കണ്ണൂരിൽ സ്വീകരണം നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജാഥയിലെ മുദ്രാവാക്യങ്ങൾ നിവേദനങ്ങളാക്കി മുഖ്യമന്ത്രി, ഗതാഗത വകുപ്പ് മന്ത്രി എന്നിവർക്ക് സമർപ്പിക്കുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു. നമ്മൾ ബസ് ഉടമകളെ ഒരു സമരത്തിലേക്ക് നീങ്ങുകയാണ്. നമ്മളെ നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന അടിസ്ഥാനപരമായ നമ്മുടെ ആവശ്യങ്ങൾ ഈ വർഷങ്ങൾ അത്രയുമായിട്ടും ഒരു തരത്തിലുള്ള ഒരു പരിഗണനയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇല്ലാത്തതിൻ്റെ ഫലമായി സംസ്ഥാനത്തുള്ള മുഴുവൻ ബസ്സുകളും സർവീസ് നിർത്തിവെക്കാനുള്ള ആലോചനയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വർഷങ്ങളായി സർക്കാരിന് മുമ്പിൽ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രധാനമായ വിഷയം വിദ്യാർത്ഥികളുടെ കൺസെഷൻ ചാർജ് വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ്. 13 വർഷത്തിലേറെയായി കുട്ടികളെ ബസ് ചാർജ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. ഇന്നും മിനിമം ചാർജ് 1 രൂപക്കാണ് കൊണ്ടുപോകുന്നത്.
അതിന് മാറ്റം വരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വർഷങ്ങളായി സർക്കാരിന് മുമ്പിൽ ഞങ്ങൾ നിവേദനങ്ങളും അതുപോലെ തന്നെ സമര പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി. ഒരു പരിഗണനയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. നിലവിലിപ്പോൾ നമുക്ക് നിയമപ്രകാരം തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ബസ് ചാർജിൻ്റെ 25% നമുക്ക് ലഭിക്കണം ബസ് ഉടമകൾക്ക്. പക്ഷേ അതുപോലും തരുന്നില്ല. 2 കമ്മീഷൻ റിപ്പോർട്ട് അവിടെ കിടക്കുന്നുണ്ട്. ജസ്റ്റിസ് രാമനായർ കമ്മീഷൻ റിപ്പോർട്ട് 2 റിപ്പോർട്ട് അവിടെ കിടക്കുന്നു വർഷങ്ങളായി. അതിനുശേഷം വീണ്ടും ഒരു 3-അംഗ കമ്മീഷൻ നിയമിച്ചു. 6 മാസം കൊണ്ട് അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കമ്മീഷനെ നിയമിച്ചെങ്കിലും 2 വർഷത്തിലേറെയായി അതിൻ്റെ റിപ്പോർട്ട് കൊടുത്തിട്ട് ഒരു നടപടിയും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതില്ല. അതുകൊണ്ട് ഈ സർവീസ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത സാഹചര്യം ഇന്ന് നമുക്കറിയാം. ആ കൊറോണ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം സർവീസിൽ യാത്രക്കാർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യാത്രക്കാരുടെ പ്രയാസമില്ല, യാത്രക്കാർ അനുദിനം കുറഞ്ഞു. കാരണം 2 വീലറും അതുപോലെ 3 വീലറും അതുപോലത്തെ മറ്റുള്ള ചെറു വാഹനങ്ങളുടെ ആധിക്യം വന്നതിന് ശേഷം ഒരു തരത്തിലും സർവീസ് നടത്തിക്കൊണ്ടുപോകാൻ സാഹചര്യം നിലനിൽക്കുന്നില്ല. യാത്രക്കാർ ഓരോ ദിവസം കഴിയുന്നു കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥികളുടെ മിനിമം ചാർജ് 5 രൂപയാക്കി വർദ്ധിപ്പിക്കുക, സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റുകൾ അതേപടി പുതുക്കി നൽകുക, പൊതുമേഖലയും സ്വകാര്യ മേഖലയും സംരക്ഷിക്കാൻ ആവശ്യമായ ഒരു ട്രാൻസ്പോർട്ട് നയം പ്രഖ്യാപിക്കുക, മോട്ടോർ വാഹന വകുപ്പും പോലീസും ഭീമമായ പിഴ ചുമത്തി ബസ് ഉടമകളെ ദ്രോഹിക്കുന്ന നടപടികൾ അവസാനിപ്പിക്കുക, സർക്കാരിന്റെ ഒരു നിയന്ത്രണങ്ങളുമില്ലാതെ GPS, സ്പീഡ് ഗവർണർ, ക്യാമറ സ്ഥാപിക്കൽ തുടങ്ങിയ അശാസ്ത്രീയമായ ഉത്തരവുകൾ പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ പ്രക്ഷോഭം ആരംഭിക്കുന്നത്. ഇതിന് മുന്നോടിയായി ഏപ്രിൽ 3 രാവിലെ 7:30 കാസർഗോഡ് നിന്നും ആരംഭിച്ച് 9 തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പടിക്കൽ സമാപിക്കുന്ന ബസ് വ്യവസായ സംരക്ഷണ വാഹന പ്രചരണ ജാഥ നടത്തും. സംരക്ഷണ ജാഥയ്ക്ക് അന്നേ ദിവസം കണ്ണൂർ ജില്ലയിൽ പകൽ 2 തളിപ്രമ്പ്, കണ്ണൂർ താവക്കര BOT ബസ് സ്റ്റാൻഡ്, തലശ്ശേരി ബസ് സ്റ്റാൻഡുകളിൽ സ്വീകരണം നൽകും. ഏപ്രിൽ 17 സംരക്ഷണ ജാഥയിൽ ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ നിവേദനങ്ങളാക്കി മുഖ്യമന്ത്രി, ഗതാഗത വകുപ്പ് മന്ത്രി എന്നിവർക്ക് സമർപ്പിക്കും. ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിച്ചില്ലെങ്കിൽ അടുത്ത അധ്യയന വർഷത്തിന്റെ തുടക്കത്തിൽ അനിശ്ചിതകാല സമരം നടത്തുമെന്ന് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK പവിത്രൻ പറഞ്ഞു. ജില്ലാ ജനറൽ സെക്രട്ടറി പ്രദീപൻ C, മോഹനൻ T, രാധാകൃഷ്ണൻ, P അജിത്, MK അസീൽ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കിഴുന്ന LP സ്കൂൾ 143-ാം വാർഷികം വിവിധ പരിപാടികളോടെ നടന്നു. കുറുങ്കുഴൽ വിദഗ്ധൻ മനോഹരൻ, പൂർവ്വ വിദ്യാർത്ഥി റിട്ടയർഡ് പ്രൊഫസർ രോഹിണി ഗംഗാധരൻ എന്നിവരെ ആദരിച്ചു. സാംസ്കാരിക സദസ്സ് കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് P ഇന്ദിര ഉദ്ഘാടനം ചെയ്തു. പഠിച്ചാലേ അത് ഉന്നതങ്ങളിൽ എത്തൂ എന്നുള്ള ഒരു തെറ്റായ ചിന്താഗതി നമ്മുടെ രക്ഷിതാക്കളിലേക്ക് കടന്നു വന്നിരുന്നു. അപ്പോൾ എത്ര കഷ്ടപ്പെട്ടിട്ടായാലും എത്ര അധ്വാനിച്ചിട്ടായാലും നമ്മളെ മക്കളെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് അയക്കണം എന്നുള്ള രക്ഷിതാക്കളുടെ ആ ഒരു താല്പര്യം നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ. കാരണം അത് ഒരു സത്യമാണ്. പക്ഷെ എന്നാൽ പോലും ഇന്ന് അതൊക്കെ മാറി. ഇന്ന് എല്ലാ സ്കൂളുകളിലും നമ്മുടെ മാതൃഭാഷ എന്ന് പറയുന്നത് മലയാളം. കൗൺസിലർ PV കൃഷ്ണകുമാർ അധ്യക്ഷനായി. സൈബർ സ്പെഷ്യലിസ്റ്റ് അസിസ്റ്റന്റ് കമാൻഡന്റ് MK ഹരിപ്രസാദ് ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. AEO N സുജിത്ത് അനുമോദനവും BPCR വിനോദ് കുമാർ എൻഡോമെന്റ് വിതരണവും നടത്തി. മാനേജർ PP വിനയരാജ്, ജനു ഐച്ചാൻകണ്ടി, രവീന്ദ്രൻ കിഴുന്ന, പ്രസൂൺ പ്രേമരാജ്, സീന രതീഷ്, PTA പ്രസിഡന്റ് J വിവരാജ്, പ്രധാന അധ്യാപിക C ധന്യ, K ജൂലി, സുബിഷ സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. വിദ്യാഭ്യാസ മികവുകൾ പൊതുസമൂഹത്തിലെത്തിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പൊതുയിട പഠനോത്സവം മാമ്പ സെൻട്രൽ LP സ്കൂൾ കൂറേന്റെ പീടിക ബസാറിൽ നടത്തി. ആലക്കണ്ടി കൃഷ്ണൻ സ്മാരക പൊതുജന വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ സഹകരണത്തോടെ നടത്തിയ പരിപാടി ജില്ലാ പഞ്ചായത്ത് അംഗം ചന്ദ്രൻ കല്ലാട്ട് ഉദ്ഘാടനം ചെയ്തു. പാട്ട് പാടാൻ അറിയുന്നവരുണ്ടാവും, ഡാൻസ് കളിക്കാൻ അറിയുന്നവരുണ്ടാവും, ചിത്രം എഴുതാൻ അറിയുന്നവരുണ്ടാവും. അങ്ങനെ പല വിധത്തിലുള്ള കഴിവുള്ള മക്കളാണ് നിങ്ങളെല്ലാം എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കോ? യെസ്, അതാണ് വേണ്ടത്. എല്ലാവരിലും എന്തെങ്കിലും ഒന്നുണ്ടാവും. ചില ആൾക്കാർ നന്നായിട്ട് പാട്ട് പാടും, ചില ആൾക്കാർ നന്നായിട്ട് ഡാൻസ് കളിക്കും, ചില ആൾക്കാർ നന്നായിട്ട് ചിത്രം എഴുതും, ചില ആൾക്കാർ നന്നായിട്ട് പ്രസംഗിക്കും. ഇങ്ങനെ എന്തെങ്കിലും ഒരു കഴിവ് നിങ്ങളെല്ലാവരിലും ഉണ്ട്. ഗ്രാമപഞ്ചായത്ത് അംഗം N സവിത അധ്യക്ഷയായി. BRC ട്രെയിനർ രാജേഷ് മാണിക്കോത്ത് പദ്ധതി വിശദീകരണവും KB ജയരാജ് മാസിക പ്രകാശനവും നടത്തി. CM ശശീന്ദ്രൻ, PTA പ്രസിഡന്റ് ഷനില ശിവപ്രസാദ്, KB പ്രസീത, പ്രധാന അധ്യാപകൻ KP മനോജ്, ജനു ഐച്ചാൻകണ്ടി, CM സുമേഷ്,
KT ആര്യ, CV ധനഞ്ജയൻ എന്നിവർ സംസാരിച്ചു. കുട്ടികളുടെ മികവ് അവതരണവും രാജേഷ് ചാലയുടെ അച്ഛൻ എന്ന ഏകപാത്ര നാടകവും രക്ഷിതാക്കൾക്ക് ലഹരി വിരുദ്ധ ബോധവൽക്കരണവും നടത്തി. കണ്ണൂർ സിറ്റി ജുമാ മസ്ജിദിൽ കഴിഞ്ഞ 38 വർഷക്കാലം സേവനമനുഷ്ഠിച്ച വയനാട് സ്വദേശി കുഞ്ഞി ഉസ്താദ് എന്നറിയപ്പെടുന്ന അബൂബക്കർ ഗൾഫാക്ക് യാത്രയയപ്പ് നൽകി. കണ്ണൂർ സ്നേഹസല്ലാപം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ സിറ്റിയിലെ മത, സാമൂഹ്യ, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലയിലുള്ളവർ പങ്കെടുത്തുകൊണ്ടാണ് സ്നേഹാദരവും യാത്രയയപ്പും നൽകിയത്. സിറ്റി തെക്കിയാവ് ഹാളിൽ നടന്ന പരിപാടി കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിഹ് മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റിന്റെ ലോഗോ പ്രകാശനവും നടത്തി. കാണാനും പങ്കെടുക്കാനൊക്കെ ഇതോടൊപ്പം കാലഘട്ടങ്ങളൊക്കെ കാണാനും സംസാരിക്കാനും ആളുകളിൽ സഹിച്ച ആളുകളിൽ ഒരുപാട് ആത്മബന്ധം ഉണ്ടാകാൻ സാധിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്തുകാരെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോൾ ഒരു വയനാട് കാരണമല്ല. ഇപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ നാട് എവിടെയാണ് വരുന്നതെന്ന് ആരും ചോദിച്ചിട്ട് പോയില്ല. കാരണം എല്ലാവരും സ്വന്തം വീട്ടിൽ എൻ്റെ വീട്ടിൽ ആളാണ് കൽഫ എന്നുള്ള രീതിയിൽ കണ്ടതുകൊണ്ട് തന്നെ കൽഫയുടെ വീടായിട്ട് ഇവിടെ നാട് ഇവിടെ ആരും ചോദിക്കാതില്ല. ചെയർമാൻ അബു അൽമാസ് അധ്യക്ഷത വഹിച്ചു. അറക്കൽ ആദിരാജ ഷുക്കൂർ, ഖത്തീബ് നാസർ മൗലവി എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുത്തു. അഷ്റഫ് ബംഗാളി മൊഹല്ല, കുട്ടിയാപ്പളകത്ത് മൂസ, അൽതാഫ് മാങ്ങാടൻ, അസ്ലം പിലാക്കിൽ, ഹംറാസ്, MC അബ്ദുൽ കല്ലാഖ് തുടങ്ങിയവർ സംസാരിച്ചു. PM റയീസ്, അബു ഷാം, ആഷിഖ്, CH റാസിഖ് തുടങ്ങിയവർ നേതൃത്വം നൽകി. തായത്ത് ഹാഷിം, ഇക്ബാൽ പൂക്കുണ്ടിൽ, PK മൊയ്തു, ജമാൽ സിറ്റി, O ഉസ്മാൻ തുടങ്ങിയവർ പങ്കെടുത്ത ചടങ്ങിന് ഫൈസൽ മക്കാടത്ത് സ്വാഗതവും ട്രഷറർ മുനീർ അബ്ദുള്ള നന്ദിയും പറഞ്ഞു. തലശ്ശേരി സിഗ്നലേഴ്സിന്റെ സ്നേഹാദരം 2025 എന്ന പരിപാടിയുടെ ഭാഗമായി സിഗ്നൽമാൻ KT ദാസനെ ആദരിച്ചു. തോട്ടടയിലെ തൃപ്തി ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ A കരുണാകരൻ പൂച്ചെണ്ട് നൽകിയും രക്ഷാധികാരി സുരേന്ദ്രനാഥൻ ബാബു പൊന്നാട അണിയിക്കുകയും ചെയ്തു. M ശശീന്ദ്രൻ ഉപഹാരം നൽകി ആദരിച്ചു. കോർ ഓഫ് സിഗ്നൽസിൽ നിന്നും വിരമിച്ച വിമുക്ത ഭടന്മാരുടെ കൂട്ടായ്മയായ തലശ്ശേരി സിഗ്നൽസിന്റെ മുതിർന്ന വിമുക്ത ഭടന്മാരെ ആദരിക്കുന്ന സ്നേഹാദരം 2025 എന്ന പരിപാടിയുടെ ഭാഗമായിട്ടാണ് സിഗ്നൽമാൻ KT ദാസനെ ആദരിച്ചത്. കോർ ഓഫ് സിഗ്നൽസിൽ നിന്നും വിരമിച്ച പൂർവ്വ സൈനികരുടെ ഒരു കൂട്ടായ്മയാണ്. വളരെ ആകസ്മികമായാണ് ഇത് കഴിഞ്ഞ വർഷം ആരംഭിക്കുന്നത്. രണ്ടാമത്തെ വർഷത്തെ വാർഷികാഘോഷമൊക്കെ ഫെബ്രുവരി 15 കോർ ഓഫ് സിഗ്നൽസിന്റെ കോറിൻ്റെ ദിവസം നമ്മൾ ആഘോഷിച്ചു. അപ്പോൾ ആ ആഘോഷത്തിൻ്റെ തുടക്കം നമ്മൾ കടവത്തൂരിലുള്ള ഒരു എക്സ്-സർവീസ്മാൻ ACP നമ്പ്യാർ അദ്ദേഹത്തെ ആദരിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. അതിനുശേഷമാണ് നമ്മളെങ്കിലും തീരുമാനിച്ചത് ഈ തീരെ നമ്മുടെ പരിപാടികളിലൊന്നും പങ്കെടുക്കാൻ പറ്റാത്ത കോർ ഓഫ് സിഗ്നൽസിൻ്റെ വിമുക്ത ഭടന്മാരെ നമ്മൾ ആദരിക്കും, വീട്ടിൽ പോയിട്ട് ആദരിക്കും. അങ്ങനെ ഒരു തീരുമാനത്തിലാണ് ഇന്ന് ആദ്യമായിട്ട് ദാസേട്ടനെ നമ്മൾ ഇവിടെ ആദരിക്കാൻ തീരുമാനിച്ചത്. AK രാമകൃഷ്ണൻ പരിചയ ഭാഷണവും OP ശശീന്ദ്രൻ നന്ദിയും പറഞ്ഞു. KT ദാസൻ മറുപടി ഭാഷണം നടത്തി. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നവീൻ ബാബുവിന്റെ മരണം PP ദിവ്യ മാത്രം പ്രതി. അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു. 3 ഭാഗങ്ങളിലായി 400-ലധികം പേജുകൾ. കുറ്റപത്രം ശാസ്ത്രീയ തെളിവുകൾ അടക്കം ശേഖരിച്ചതിന് ശേഷം. കണ്ണൂർ നഗരത്തിലെ ഓട്ടോ പാർക്കിംഗ് വിഷയം പ്രതികരണവുമായി RTO. പാർക്കിംഗ് സ്ഥലങ്ങൾ കണ്ടെത്തേണ്ടത് തദ്ദേശ സ്ഥാപനങ്ങൾ. പാർക്കിംഗ് പെർമിറ്റ് RTA ബോർഡ് തീരുമാനപ്രകാരം മാത്രമെന്നും RTO. നഗര സൗന്ദര്യവൽക്കരണം പ്രവൃത്തി ഉദ്ഘാടനം നടന്നു. സൗന്ദര്യവൽക്കരണം പ്രഭാതം മുതൽ പ്ലാസ ജംഗ്ഷൻ വരെ. ചുവരുകളിലും ചരിത്രം ആലേഖനം ചെയ്യും. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.